കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. അവൻ നമ്മെ ജീവനോടെ കാക്കും, കാലടികൾ വഴുതിപ്പോകാൻ സമ്മതിക്കുക. പ്രിയ സഹോദരങ്ങളെ, നാം ഉറങ്ങുമ്പോൾ മയങ്ങുമ്പോൾ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ ചെയ്യും. പ്രാണനെ പരിപാലിക്കുന്നു, ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. ഒരു സൈഡ് മാത്രമല്ല, മറു സൈഡും പരിപാലിക്കുന്ന ദൈവമാണ്. നീയോ എനിക്ക് ചുറ്റും അതിമഹത്തായ പരിച, എനിക്ക് ചുറ്റും പരിച, അതിമഹത്തായ പ്രതിഫലം. ചുറ്റും പരിചയം എന്ന് പറയുന്ന എല്ലാ സൈഡിലും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. നമുക്ക് പുറകിൽ നിന്ന് വരുന്ന ഒന്നും കാണാൻ പറ്റില്ല. ചുറ്റും പരിചയമാണെങ്കിൽ പിന്നെ ഭയപ്പെടുന്നു, നമ്മൾ അതിനകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സെക്കരിയ പ്രവചനത്തിൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. അപ്പോൾ ദൈവം ചുറ്റും തീമതിലാക്കി കഴിഞ്ഞാൽ ഏത് ശക്തിക്ക് അടുത്തോട്ട് വരാൻ പറ്റും? വരുന്നത് ചാമ്പലാവില്ലേ സഹോദരങ്ങളെ? ആ ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നിരാശകളൊക്കെ ഇന്ന് പകൽ മാറട്ടെ. നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ തീഷ്ണതകളും വചനത്തോടുള്ള താല്പര്യങ്ങളും അറിയുന്ന ദൈവം ജീവിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, പക്ഷെ നീ എൻ്റെ വചനം കാത്തോ. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെ തള്ളിക്കളയുന്ന, ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ ശക്തിയോടെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? അവിടുത്തെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇന്നും എന്നും നമ്മോട് കൂടെ ഉണ്ടാവും. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. തരുത്തോട് പറ, അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. പറയാൻ കഴിയുമോ? കർത്താവ് ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, സർവശക്തൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, ഉന്നതൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, മരണത്തെ ജയിച്ചവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, സൃഷ്ടിക്കുന്നവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, വിളിച്ചു വരുത്തുന്നവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, തുറക്കുന്നവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, കുരുക്കളെ അഴിക്കുന്നവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയുന്നവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, വീട്ടിലിരിക്കുന്നവരെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്, മരണത്തിൻ്റെ താഴ്വരയിലിരിക്കുന്നവരുടെ മേൽ വെളിച്ചം ഉദിപ്പിച്ചവൻ ഞങ്ങളുടെ വലത്ത് ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, നിർഭയമായി വസിക്കും. അതുകൊണ്ടാണ് പത്രോസ് കാരാഗൃഹത്തിൽ കടന്ന് സുഖമായി ഉറങ്ങിയത്. ഹെരോദാവിൻ്റെ വാളിനെ പറ്റി താൻ ചിന്തിച്ചില്ല. കാരണം തൻ്റെ കൂടെ ഉള്ളത് സർവശക്തനായ ദൈവമാണ് എന്നറിയാവുന്നത് കൊണ്ടും വ്യക്തത്വമുള്ളത് നിവർത്തിപ്പാൻ അവിടുന്ന് സാഹചര്യങ്ങൾക്ക് അതീതമായി എഴുന്നേറ്റ് വരുന്നവനാണ്. നമ്മൾ സാഹചര്യങ്ങളെ കണ്ടിട്ട് പറയും ഇനി വ്യക്തത്വം നടക്കില്ല, ദൈവശബ്ദം കേട്ടതിന് എങ്ങനെ നടക്കും? കുരുങ്ങിപ്പോയില്ലേ? ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ പോയില്ലേ? പക്ഷെ ദൈവശബ്ദം തന്നോടുണ്ടായിരുന്നല്ലോ. എബ്രായ ബാലന്മാർ തീച്ചുളയ്ക്കകത്ത് പോയില്ലേ? അവർക്ക് എന്തെങ്കിലും പറ്റിയോ? പ്രിയരെ, ദൈവത്തിൻ്റെ വ്യക്തത്വമുള്ളവനെ റൈറ്റ് ടൈം വരെ നിലനിർത്താൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഈ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യൂ. നിങ്ങളെ ഒതുക്കാൻ, നിങ്ങളെ കുടുക്കാൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളെ ഓടിച്ചുവിടാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ആര് നിങ്ങൾക്കെതിരെ നിന്നാലും
ശപഥം ചെയ്യട്ടെ, ശാപം വരട്ടെ, അതിൻ്റെ വാക്കുകൾ പ്രയോഗം നിങ്ങളതൊന്നും ഏറ്റെടുക്കണ്ട, നമുക്ക് ഫലിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ പ്രോമിസ് ഉള്ളവനെ, യഹോവ പ്രാകാത്തവനെ ആർ പ്രാകും? യഹോവ ശപിക്കാത്തവനെ ആർ ശപിക്കും? വിളിച്ചു പറ, ജീവനോടെ ഇരുന്ന് ഞങ്ങൾ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ജീവനോട് നടക്കേണ്ടതാണ്. സഭാമധ്യ ദൈവത്തിന് കീർത്തനം പറയേണ്ടതാണ്. ദൈവത്തെ സാക്ഷീകരിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. 66-ാം സംഘത്തിന് 6-ാം വാക്യം വളരെ സുപരിതമാണ്. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. ഈ ഭാഗം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് അറിയാം. ഇരുമ്പ് രഥങ്ങളുമായി ശക്തരായ കുതിരകളുമായി, പെൺകുതിരകളുമായി പിടിക്കുവാൻ, പിന്തുടരുവാൻ, കൊള്ള പങ്കിടുവാൻ ഫറവോൻ പുറകെ നിൽക്കുക. ഇസ്രായേൽ മക്കൾ ചെങ്കണ്ണ് മുമ്പ് നിൽക്കുക. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ ചരിത്രം നിങ്ങളൊന്ന് ചിന്തിക്കണം. അതാണ് എൻ്റെ ചിന്താവിഷയം. ചെങ്കടൽ കണ്ട് ജനം ഭയന്നു, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. അവർ നിലവിളിച്ചു. ചോദിച്ച ഒരു ചോദ്യം മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ഈ ചെങ്കണ്ട അവിടെ കൊണ്ടുവന്നത്? കാരണം ഇവിടെ ഞങ്ങൾക്ക് ശവക്കുഴി ഉണ്ടാകാൻ പോവാം. അതിൻ്റെ അർത്ഥം ജീവിതം തീർന്നു. വാഗ്ദത്തത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞവൻ ആരാ പുറപ്പെടുവിച്ചത്? അടിമച്ചങ്ങളെ പൊട്ടിച്ചതാരാ? വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ ഫറവോന്റെ വ്യാപാരത്തെ തകർത്തുകൊണ്ട് കൊട്ടാരം മുതൽ കുടിൽ വരെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട സന്ദർശനം വെളിപ്പെട്ടു വന്നപ്പോൾ ഫറവോൻ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞെങ്കിൽ, ഫറവോന് വിട്ടുകൊടുക്കാൻ വേണ്ടി അല്ല സഹോദരങ്ങളെ മുമ്പോട്ട് വിട്ടത് കർത്താവ്, പുറപ്പെടുവിച്ചത്. വീണ്ടും അവൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കാൻ നമ്മുടെ അവിശ്വാസം ഇന്നുപോലെ മാറട്ടെ. ചിലത് കാണുമ്പോൾ, ചില ചെങ്കടൽ മുമ്പിൽ വന്ന് തലയ്ക്കുമ്പോൾ, പുറകിൽ നിന്ന് ചില ശക്തികൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവിടെ വീഴുമോ എന്ന് ചിന്തിക്കരുത്. പറയാനുള്ളത്, ഇവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഇവർ സമാധാനം നഷ്ടപ്പെട്ടു. ഇവർ ഫറവോന്റെ ശബ്ദത്തെ നോക്കി. പിടിക്കുമെന്ന് പറഞ്ഞാൽ, പിന്തുടരുമെന്ന് പറഞ്ഞാൽ, കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞാൽ എൻ്റെ വാൾ ഊരും, നിഗ്രഹിക്കും, എൻ്റെ ആശ പൂർത്തീകരിക്കും. തമ്പുരാൻ പറഞ്ഞു, ഫറവോനെ, നീ നിൻ്റെ ആശ പൂർത്തീകരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ആശയാണ് പൂർത്തീകരിക്കുന്നത്. നിൻ്റെ ആശ പൂർത്തീകരിക്കത്തില്ല. നിൻ്റെ ആശ അല്പസമയം കഴിയുമ്പോൾ തീരാൻ പോവാ. ഈ ദൂത് കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. വചന വെളിപ്പാടിലൂടെ നീ സന്തോഷിക്കാൻ കഴിയാത്ത ഇടത്ത്, അവിടെ അവർ സന്തോഷിച്ചു. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പ്രധാന ഭാഗം ഞാൻ ചിന്തിക്കുന്നത്, അവിടെ നാം അവൻ സന്തോഷിച്ചു. എവിടെയെന്നറിയാമോ? ചില മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ അസ്തമിച്ചു. നീ ഒന്നും കാണാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ മണ്ണ് ദേഹത്തിടേണ്ടി വരും എന്ന് പറഞ്ഞു വിലപിച്ച ഇടത്ത് അടുത്ത നിമിഷം വഴിമാറാത്തത് ചരിത്രത്തെ കീറിമുറിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വഴിമാറുമ്പോൾ, ഹൈവേ ഒരുക്കപ്പെടുമ്പോൾ, ആഴിയിൽ സേട്ടകരമായ പാത ഒരുക്കപ്പെടുമ്പോൾ, ചില മിനിറ്റ് ചോദ്യം ചോദിച്ച് നിരാശപ്പെട്ടില്ലേ? കരഞ്ഞില്ലേ? പിറുപിറുത്തില്ലേ? സംശയിച്ചില്ലേ? അവിശ്വസിച്ചില്ലേ? ഇന്ന് പകൽ അവിടെയാണ് പരിശുദ്ധാത്മാവ്. അവിടെ നീ ചോദ്യം ചോദിച്ച് നട്ടം തിരിഞ്ഞെടുത്ത്, എന്തിനാണ് ഈ നടുക്കടൽ എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്ന ഇടത്ത്, ഇറങ്ങിപ്പോയത് അബദ്ധമായോ എന്ന് ചിന്തിക്കുന്ന ഇടത്ത്, എടുത്ത ചില സ്റ്റെപ്പുകൾ പൂർത്തീകരിക്കാൻ കഴിയുമോ? വിശ്വാസത്താൽ മൂവ് ചെയ്ത ചിലത് എത്തേണ്ടിടത്ത് എത്തുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഇടത്ത്, ദൈവപ്രവൃത്തി കണ്ടത്, തുറക്കുന്നത് കണ്ട്, നടത്തുന്നത് കണ്ട്, അതിനകത്തൂടെ നിന്നെ കടത്തിവിടുന്നത് കണ്ട്, അവിടെ നാം അവനിൽ സന്തോഷിച്ചു.
കഴിഞ്ഞ മിനിറ്റ് വരെ അതേ ദൈവത്തെ ചോദ്യം ചെയ്തില്ലേ? അതേ ദൈവത്തോട് പിറുപിറുത്തില്ലേ? വിളിച്ചിറക്കിയവനോട് ചോദിച്ചില്ലേ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇല്ല, നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ല. ദൈവാത്മാവ് വ്യക്തമായി വീണ്ടും അരുളപ്പാട് അറിയിക്കുന്നു. നീ കരഞ്ഞയിടത്ത്, നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് ഇനി എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം ഇവിടെ ഫുൾ സ്റ്റോപ്പ് വീണു എന്ന് പറയുമ്പോൾ ഇല്ല, തമ്പുരാൻ പറയാനുള്ളതാ, നീ ഇവിടെ സന്തോഷിക്കാൻ പോകുക. ഇവിടെ നിന്റെ വിലാപം നൃത്തമാകാൻ പോകുക. ഇവിടെ നിന്റെ രക്തം മാറുകയാ. ഇവിടെ നിന്റെ ദുഃഖം സന്തോഷമായി മാറുക. ഇവിടെ നിന്റെ നിന്നയുണ്ടല്ലോ, നിന്റെ അകത്ത് നീ തന്നെ നിന്നിച്ചില്ലേ? എന്തിനാണ് ഇങ്ങനെ വന്നത്? എന്തുകൊണ്ടിങ്ങനെ വന്നു? ഇല്ല, വാക്ക് പറഞ്ഞവൻ വാക്കിൽ വിശ്വസ്തൻ, പ്രവൃത്തിയിൽ ഭയങ്കരൻ. ഇന്ന് പകൽ നിങ്ങളോട് അരുളപ്പാട് അറിയിക്കുന്നു. നിങ്ങൾ സന്തോഷിക്കാൻ പോകുക. നിങ്ങൾക്കെതിരെ ചില രേഖകൾ എഴുതിയിടത്ത്, പിടിക്കുമെന്ന് പറഞ്ഞയിടത്ത്, നിലനിർത്തത്തില്ലെന്ന് പറഞ്ഞയിടത്ത്, ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞയിടത്ത്, മുക്കിക്കളയുമെന്ന് വാദിച്ചയിടത്ത്, നിങ്ങൾ അവിശ്വസിച്ചയിടത്ത് ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുക. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും ഒത്തവണ്ണം സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം ഈ പ്രഭാതത്തിൽ വ്യാപരിക്കുകയാ. വ്യർത്ഥമായി പോയ മാസങ്ങൾ, നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഓർത്തിനി ആരും നിരാശപ്പെടേണ്ട. അതിനനുസരിച്ച് സന്തോഷിപ്പിക്കുന്ന, അതിനനുസരിച്ച് നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങിയ സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, മഹത്വത്തിൻ്റെ പ്രത്യാശയെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ശക്തി, അങ്ങയുടെ വലിപ്പം, അങ്ങിറങ്ങി വരുന്നത് പലപ്പോഴും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ സാഹചര്യങ്ങളെ വിലയിരുത്തി അങ്ങയുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തു. കഴിയുമോ എന്ന് ചിന്തിച്ചു. ഇവിടെ ഞങ്ങൾ തകരുമോ എന്ന് ചിന്തിച്ചു. പക്ഷെ അവിടെ അവനിൽ ഞങ്ങൾ സന്തോഷിക്കത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. കണ്ണുനീരോടെ വിതച്ചെടുത്ത് കർത്താവിന് സന്തോഷത്തിൻ്റെ കൊയ്ത്ത് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. ചിലതിന് ദൈവം രൂപാന്തരം വരുത്തുന്നതിന് സ്തോത്രം. ചിലരെ ദൈവം കൂട്ടിച്ചേർക്കുന്നതിന് സ്തോത്രം. ഏകരായി ഇറങ്ങിത്തിരിച്ചവർ കുടുംബമായ ഒരു കുളം പോലും ശേഷിക്കാതെ കൃപയിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിന് സ്തോത്രം. ചില തലമുറകളെ ദൈവം ടച്ച് ചെയ്യുന്നതിന് സ്തോത്രം. ഹീലിംഗ് ഇന്ന് പകൽ സംഭവിക്കുന്നതിന് സ്തോത്രം. ഞാൻ ആത്മശക്തിയോടെ എഴുന്നേൽക്കുന്നതിന് സ്തോത്രം. ആ ഫയലുകളെ ദൈവം ചലിപ്പിച്ചതിന് സ്തോത്രം. ഇതുവരെ അഴിയാത്ത ചില കുരുക്കുകളെ തമ്പുരാൻ അഴിച്ചുവിടുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിലെ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. കർത്താവിൽ സന്തോഷിക്കത്തക്ക രീതിയിൽ വലിയ കാര്യങ്ങൾ ദൈവം നൽകാൻ പോയി. എവിടെ തലകുനിക്കപ്പെട്ട ഇടത്ത് തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ആ കരം ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കുന്നു. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു.